ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി. സർക്കാർ അപ്പീലിലാണ് ഹൈക്കോടതി നിർദ്ദേശം. തന്ത്രിക്ക് കൊള്ളയിൽ പങ്കില്ല എന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. KM ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, എന്തായാലും തന്ത്രിക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇതിൽ വിജിലൻസ് കോടതിയോട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്? സ്വാതി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ കൊല്ലം വിജിലൻസ് കോടതി നടത്തുകയും ചെയ്തിരുന്നു. വിചാരണ കോടതിയായ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് സർക്കാർ അല്ലെങ്കിൽ SIT അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമ്പോൾ SIT പറഞ്ഞിരുന്നത് ഈ കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയിൽ പറയേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ജാമ്യ ഉത്തരവിൽ പറയേണ്ട കാര്യങ്ങളല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നും കടന്ന് ഈ കേസിൽ തന്ത്രിക്ക് പങ്കില്ല എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ പരാമർശം നീക്കണം, കൂടാതെ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണം എന്നൊരാവശ്യമായിരുന്നു. കേസിൻ്റെ അന്വേഷണത്തിനും വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇത് അത്യാവശ്യമാണ് എന്ന് SITയും കോടതിയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത് ജാമ്യം റദ്ദാക്കാനാവില്ല, പക്ഷേ ഈ പരാമർശം പങ്കില്ല എന്ന, അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന പരാമർശം നീക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടത്. ശരി ഷബ്ന.